തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഓഫീസ് അടിച്ചു തകർത്തു. മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബൈജു വർഗീസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് തകർത്തത്. ജെയ്സൺ ചമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. ആരാണ് ഈ രാഷ്ട്രീയ സാമൂഹ്യ ദ്രോഹികൾ ഈ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അടിച്ച് തകർത്തത്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്ന് പുലർച്ചെയാണ് ഇത്തരമൊരു സംഭവം ഉള്ളതായിട്ട് പോലീസ് കണ്ടെത്തുന്നത്. ഇവർ പുലർച്ചെ വന്നപ്പോഴാണ് ഇത്തരമൊരു സംഭവം. രാത്രി 12 മണി വരെ ഈ ഓഫീസിനകത്ത് പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയും മറ്റ് പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഓഫീസിന് മുൻവശത്താണ്. നമുക്ക് ബോർഡ് കാണാം, വളരെ ഭംഗിയായിട്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഒന്ന് നോക്കുമ്പോൾ അത്ര ഭംഗിയില്ലാത്ത രീതിയിൽ തകർത്ത നിലയിലാണ് അകത്ത് കിടക്കുന്നത്. കസേരകളൊക്കെ തകർത്തിട്ടുണ്ട്, ചില്ല് തകർത്തിട്ടുണ്ട്, മറ്റു സാധനങ്ങളും ഫാനുകളും മറ്റെല്ലാം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഒരു പൂർണ്ണമായ എന്തോ ഒരു ഉദ്ദേശം ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നും. ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല, പോലീസ് കണ്ടെത്തേണ്ടതാണ്. സ്ഥാനാർത്ഥി തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ബൈജു, എന്താ സംഗതി? ഇത് എപ്പോഴാണ് കാണുന്നത്? ഇന്നലെ വൈകിട്ട് ഞങ്ങളൊരു 11-11:30 വരെ ഇവിടെ എല്ലാ പ്രവർത്തകരുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിത് ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് പോയി ഇന്ന് രാവിലെ നമ്മുടെ ഡിവിഷൻ പ്രസിഡന്റ് അബി വന്ന് ലൈറ്റ് കിടത്താൻ നോക്കിയപ്പോൾ ആണ് ഈ സംഗതി കണ്ടത്. അതിനുശേഷം അദ്ദേഹം എന്നെ വിളിക്കലും ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ വളരെ ആരോ ആക്രമിച്ച ഒരു രീതി, വളരെ മോശമായ രീതിയിൽ ഓഫീസ് ആക്രമിക്കുകയാണ് ഉണ്ടായത്. എന്തെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇതിൽ ഞങ്ങൾക്ക് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, പോലീസ് വന്ന് അന്വേഷിക്കട്ടെ. നമുക്കങ്ങനെ ആരോടും അങ്ങനെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇത് UDFന്റെ കോൺഗ്രസിന്റെ ഒരു ശക്തമായ ഒരു കോട്ടയാണ്. ഇവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന ഒരു സ്ഥലവുമല്ല. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അതെ, അതാണ് അരുൺകുമാറോട് പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. തെരഞ്ഞെടുപ്പല്ലേ, സ്ഥാനാർത്ഥികളുണ്ടാവും, എല്ലാ മുന്നണികളുണ്ടാവും, ചിലപ്പോൾ വേറെ സാമൂഹ്യ ദ്രോഹികളും ആവാം, ആരുമാവാം. അതുകൊണ്ട് നമ്മളൊരു മുൻവിധിയോടുകൂടെ ഈ കാര്യത്തെ കാണേണ്ടതില്ല എന്നാണ് സ്ഥാനാർത്ഥിയും പറയുന്നത്. പോലീസ് BJP CPM കക്ഷികളാണ് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നില്ല ഇപ്പൊ ബൈജു, അല്ലേ? അത് ആരുമാവാം. അതെ, സ്ഥാനാർത്ഥി ആരോപണം ഉന്നയിക്കുന്നില്ല. അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയുണ്ട്, UDFന്റെ സ്ഥാനാർത്ഥിയുണ്ട്, BJP സ്ഥാനാർത്ഥിയുണ്ട്, കോൺഗ്രസിന്റെ തന്നെ വിമത സ്ഥാനാർത്ഥിയുണ്ട്. അങ്ങനെ 4 സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥലമാണ്. പ്രധാനമായും കോൺഗ്രസിന്റെ ഒരു കോട്ട എന്നറിയപ്പെടുന്നതാണ് മിഷൻ ക്വാർട്ടേഴ്സ്. 3 സ്ഥലത്താണ് കോൺഗ്രസിന് വിമതരുള്ളത്. ഒന്ന് മിഷൻ ക്വാർട്ടേഴ്സ്, മറ്റൊന്ന് കുരിയച്ചിറ, മറ്റൊരു വാർഡും കൂടി. അങ്ങനെ 3 വാർഡിലാണ് മത്സരം നടക്കുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി ഇന്ന ആൾ എന്നൊരു ആരോപണം ഉന്നയിക്കുന്നില്ല. പക്ഷേ ചെയ്ത് എന്തായാലും മോശമായി പോയെന്ന് നമുക്ക് ഇതിനകത്ത് പോയാൽ കാണാം. ഇതൊക്കെ തകർത്തുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ബാധിക്കൊന്നുമില്ല. ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത് അവർ ജയിക്കും. അത് ഈ കുറ്റം ചെയ്തവർ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു ജെയ്സൺ. ജെയ്സണാണ് ബൈജു വർഗീസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിയത്. എന്നാലും ഏത് സാമൂഹ്യദ്രോഹിയാണ് അത് അടിച്ചു തകർത്തത്? നേരെ ചൊവ്വേ മത്സരിച്ചൂടെ? തെരഞ്ഞെടുപ്പല്ലേ, ഗുസ്തി മത്സരം